സിനിമകളിലെ കട്ട് ചെയ്യാത്ത അബദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കട്ട് ചെയ്യാത്ത വീഴ്ചകൾ. ഷൂട്ടിങ്ങിനിടെ നടന്മാർ അബദ്ധത്തിൽ വീണുപോവുകയും അത് കട്ട് ചെയ്യാതെ സിനിമയിൽ നിലനിർത്തി പ്രേക്ഷകരെ കാണിക്കുകയുമാണ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റിൽ ഇല്ലെങ്കിലും അത്തരത്തിലുള്ള വീഴ്ചകൾ നിലനിർത്തുമ്പോൾ കഥയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ചിലർ അത്തരം വീഴ്ചകൾ നിലനിർത്തി അതിന്റെ കണ്ടിന്യൂഷൻ സീനുകൾ പോലും എടുക്കാറുണ്ട്. അത്തരത്തിലുള്ള വീഴ്ചകൾ കാണിക്കുന്നതിന്റെ ഒരു കമ്പൈലേഷൻ വീഡിയോ ആണിത്. ചില പുതിയ വീഴ്ചകളും ഇതിൽ കാണാം. മോഹൻലാലിന്റെ ഒരു ഐക്കോണിക് സീനാണ് നരസിംഹത്തിലെ ഇന്ദുചൂടന്റെ ഇൻട്രൊഡക്ഷൻ. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേർ ഓടി വരുന്ന ഒരു രംഗമുണ്ട്. അതിൽ പലരും നിലത്തടിച്ച് വീഴുന്നത് വ്യക്തമായി കാണാം. അവർ വീണതുകൊണ്ട് അത് മാറ്റിയെടുക്കാനൊന്നും സംവിധായകൻ പോയിട്ടില്ല. കിട്ടിയ ഷോട്ട് അങ്ങനെ തന്നെ വെച്ചു. 1991 സിദ്ദിഖ് ലാൽ ചിത്രമായ ഗോഡ്ഫാദർ റിലീസ് ചെയ്യുന്നത്. സിനിമയിൽ ജഗദീഷിന്റെ ഒരു കോമഡി രംഗമായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ ഈ ഒരു വീഴ്ച യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അദ്ദേഹത്തെ കമ്പിയിൽ കെട്ടിക്കൊണ്ട് താഴേക്ക് ഇറക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ പകുതിക്ക് വെച്ച് കമ്പി പൊട്ടിക്കൊണ്ട് അദ്ദേഹം താഴേക്ക് വീഴുക തന്നെ ചെയ്തു. 1996 മമ്മൂട്ടി ചിത്രമാണ് ഹിറ്റ്ലർ. ആ സിനിമയിലെ ഈ വീഴ്ച നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒന്നാണ്. വിജി തമ്പി സംവിധാനം ചെയ്ത് 1995 ജഗദീഷ്, മധു, ഉർവശി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കോമഡി ചലച്ചിത്രമാണ് സിംഹവാലൻ മേനോൻ. ചിത്രത്തിലെ ഒരു രംഗമാണിത്. ഓടുന്നതിനിടയിൽ യഥാർത്ഥത്തിൽ വീണുപോകുന്ന ജഗദീഷ് ആ സിറ്റുവേഷൻ വളരെ രസകരമായി തന്നെ മാനേജ് ചെയ്തു. 2003 VM വിനു ചിത്രം ബാലേട്ടനിലും ഇതുപോലൊരു വീഴ്ച കാണാം. ഹരിശ്രീ അശോകന്റെ ഈ ഒരു വീഴ്ച കാണുമ്പോൾ അത് സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് പലർക്കും തോന്നിയേക്കാം. കാരണം അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ട്. മഴ പെയ്തത് കാരണം യഥാർത്ഥത്തിൽ ആ ഷോട്ടിനിടെ ഹരിശ്രീ അശോകൻ വീണു പോവുകയായിരുന്നു. എന്നാൽ അത് തന്നെ സിനിമയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി അടുത്ത ഷോട്ട് നിലത്ത് വീണ് കിടക്കുന്നത് തന്നെ എടുക്കുകയായിരുന്നു ചെയ്തത്. വീഴ്ചയുടെ ആഘാതത്തിൽ ഞൊണ്ടിപ്പോകുന്നത് പോലെയുള്ള ഷോട്ടും പിന്നീട് എടുത്തു. 1953 റിലീസ് ചെയ്ത അമേരിക്കൻ കോമഡി മ്യൂസിക്കൽ ചിത്രമാണ് ജെന്റിൽമാൻ പ്രിഫർ ബ്ലോണ്ട്സ്. ആ സിനിമയിൽ ജെയിൻ റസൽ എന്ന നടിയുടെ ഇങ്ങനെയുള്ള ഒരു ഗാനരംഗമുണ്ട്. സ്ക്രിപ്റ്റിലില്ലാത്ത ചെറിയൊരു അപകടമാണ് അവിടെ നടന്നത്. കോ ഡാൻസറുടെ കാല് തട്ടിയവർ വെള്ളത്തിലേക്ക് വീണു പോവുകയായിരുന്നു. അത് കട്ട് ചെയ്യാതെ സിനിമയിൽ കാണിക്കുകയും വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്ന രംഗം അഡീഷണലായി ഷൂട്ട് ചെയ്യുകയും ചെയ്തു. 2013 ദിലീപ്, അനന്യ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ വിജി തമ്പി ചിത്രമാണ് നാടോടി മന്നൻ. നാട്ടിലാകെ പ്രശ്നമാണല്ലോ. സിനിമാ ഷൂട്ടിങ്ങിനിടെ നടി അനന്യയ്ക്ക് സാരമായ പരിക്ക്. വിജി തമ്പിയുടെ നാടോടി മന്നൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത്. ഈ ഒരു രംഗത്തിലായിരുന്നു ആ അപകടം സംഭവിച്ചത്. അബു സലീം പിടിച്ചു തള്ളുമ്പോൾ കൈകുത്തി നിലത്ത് വീഴുകയും അനന്യയുടെ ഇടത്തെ കൈയുടെ എല്ലൊടിയുകയും ചെയ്തിരുന്നു. ഈ രംഗങ്ങൾ കട്ട് ചെയ്യാതെ തന്നെ സിനിമയിൽ കാണിക്കുകയും ചെയ്തിരുന്നു. 1992 സാജൻ സംവിധാനം ചെയ്ത് ജഗദീഷ്, സിദ്ദിഖ്, സുചിത്ര എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കോമഡി ചലച്ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ്. ആ സിനിമയിലെ ഒരു രംഗമാണിത്. മോനെ കാണാൻ അമ്മ ഇപ്പൊ വന്നത്. മോനെ അമ്മ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്നും അമ്മ വരാം കേട്ടാ. മോന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തരാം. ഇനി എന്നും അമ്മ വരാം കേട്ടാ. ബാക്ക്ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി തല കീഴായി വീണു പോകുന്നതും നടന്മാർ അത് നോക്കി നിൽക്കുന്നതും വ്യക്തമായി കാണിക്കുന്നുണ്ട്. സിനിമാ ഷൂട്ടിങ്ങിനിടെ അഭിനേതാക്കൾ വീണു പോകുന്നത് പല രംഗങ്ങളിലും നമുക്ക് കാണാം. 1988 മോഹൻലാൽ ചിത്രം വെള്ളാനകളുടെ നാടിൽ അങ്ങനെ ഒരു രംഗം കാണാം. മണിയൻ പിള്ള രാജു അബദ്ധത്തിൽ വീണു പോകുന്നതാണ്.
1988 തന്നെയുള്ള മറ്റൊരു മോഹൻലാൽ ചിത്രമായ പട്ടണപ്രവേശത്തിൽ ഇങ്ങനെയൊരു രംഗം കാണാം. KPSC ലളിത യഥാർത്ഥത്തിൽ വീണുപോകുന്നതാണ്. 2011 ഫഹദ് ഫാസിൽ ചിത്രം ചാപ്പാ കുരിശിലെ ഒരു രംഗമാണിത്. ഫഹദ് ഫാസിലും യഥാർത്ഥത്തിൽ വീണുപോകുന്നതാണ്. 1995 മോഹൻലാൽ രേവതി ചിത്രം അഗ്നിദേവനിൽ ഒരു പാട്ട് സീനിനിടയിൽ രേവതി വീണുപോകുന്നത് സിനിമയിൽ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. റെയിൻ റെയിൻ കം അഗൈൻ എന്ന ചിത്രത്തിൽ പാട്ട് സീനിടെ നായിക പുറകോട്ട് വീഴുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് അവരെ പിടിച്ചു വെക്കുന്നത് വ്യക്തമായി ആ പാട്ടിൽ തന്നെ കാണാം. 1984 KG ജോർജ് സംവിധാനം ചെയ്ത് ശ്രീവിദ്യ, ഭരത് ഗോപി, സുഹാസിനി, മമ്മൂട്ടി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ആദാമിന്റെ വാരിയല്ല്. ആ ഒരു സിനിമയിലെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് രംഗത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഓടി വരുന്ന സ്ത്രീകളിൽ ഒരാൾ ക്രൂ മെമ്പറെ ഇടിച്ച് താഴെ വീഴുന്നത് കാണാം. അതിനുശേഷവും ഒരു സ്ത്രീ വീഴുന്നുണ്ട്. ൽ സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ജയസൂര്യ ചിത്രമാണ് ഇവർ വിവാഹിതരായാൽ. ആ സിനിമയിലെ ഒരു ഗാനരംഗമാണിത്. ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു വീഴ്ചയായിരുന്നു. യഥാർത്ഥത്തിൽ നടന്നൊരു അപകടം സിനിമയിൽ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ കാണിക്കുകയാണ് ചെയ്തത്. 2017 സൗബിൻ സംവിധാനം ചെയ്ത പറവ് എന്ന സിനിമയിൽ അർജുൻ അശോകൻ അഭിനയിച്ച ഒരു രംഗമുണ്ട്. സ്കൂട്ടറിൽ നിന്ന് വീഴുന്ന ആ ഒരു രംഗം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ചാടിയിറങ്ങാൻ ശ്രമിക്കുമ്പോൾ കാല് കുടുങ്ങി വീണതാണ്. പക്ഷെ സിനിമയിൽ അത് തന്നെ നിലനിർത്തി. ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ഈ ഒരു സീരീസിൽ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് കാണാൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫസ്റ്റ് കമന്റോ നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്. ആലോലം കാവിലെങ്ങും കണ്ടില്ല.